പാർലമെന്റ് സമ്മേളനത്തിൽ നമ്മുടെ പ്രതിപക്ഷ എംപിമാർ സർക്കാരിനെ നിലം തൊടാൻ അനുവദിക്കാതെ ചോദ്യങ്ങൾ ഉന്നയിച്ച് ശ്വാസം മുട്ടിക്കുന്നു. അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ പേരിലുള്ള രാജ്യദ്രോഹമാണെന്ന് അവർ കണ്ണു തുറന്ന് കണ്ടിരുന്നെങ്കിൽ. കോട്ടയത്തിൻ്റെ എംപിയായ ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിലെ ഒരു ഭാഗം മാത്രം കേൾക്കുക. But truth has a way of surfacing. While the official narrative denied aircraft losses, satellite imagery, international intelligence leaks, and even our own defense attache's seminar notes revealed the truth. We lost 3 Rafales, 1 Sukhoi 30 MKI, and 1 MiG-29. All were shot down in our own territory. പാക് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞു, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഫ്രാൻസിസ് ജോർജ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും അത് പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നത് പാകിസ്ഥാന്റെ വിജയമായാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ ഇന്ത്യൻ സർക്കാരിൻ്റെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നു. വിജയം നമുക്കായിരുന്നു, നമ്മൾ ഇന്ത്യയുടെ 3 റാഫേലും 1 സുഖോയും 1 മിഗ് വിമാനവും ഇന്ത്യൻ മണ്ണിൽ പോയി തകർത്തു എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അഭിമാനിക്കുന്നു. തോറ്റ് തുന്നമ്പാടി നാണം കെട്ടിരുന്ന പാക് ഭരണാധികാരികൾ നെഞ്ചു വിരിച്ച് നടക്കുന്നു. ഒരേ ഒരു കാരണം നമ്മുടെ എംപിമാർക്ക് വകതിരിവില്ലാതായി പോയി എന്നതാണ്. പഹൽഗാമിൽ നമ്മൾ വിജയിച്ചു, പാകിസ്ഥാൻ പേടിച്ച് വാലു ചുരുട്ടി ഓടി രക്ഷപ്പെട്ടു എന്നത് സത്യമാണെങ്കിലും നമ്മൾ പരാജയപ്പെട്ടു, നമ്മൾ ദുർബലരാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള പല പ്രതിപക്ഷ എംപിമാരും. ഖേദകരവും രാജ്യദ്രോഹപരവുമായ നിലപാട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.